പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. അപ്പോസ്തല ഗണത്തിൽ എണ്ണപ്പെടാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ ബർന്നബാസിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. വിശുദ്ധ ബർന്നബാസിനെ നമ്മൾ അറിയുക അപ്പോസ്തല നടപടി പുസ്തകത്തിൽ നിന്നാണ്. പൗലോസിൻ്റെ കൂടെ മിഷൻ യാത്രകളിലെല്ലാം സഹചാരിയായിട്ടുണ്ടായിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ ബർന്നബാസ്. വിശുദ്ധ ബർന്നബാസ് എന്ന പേരിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ജോസഫ് എന്നാണ്. ബർന്നബാസ് എന്ന് വിളിക്കപ്പെട്ടതാണ്. നമുക്ക് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ഉന്നതമായ അഭിഷേകമുള്ള ഒരു വിശുദ്ധനാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നടപടി പുസ്തകം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ. നമുക്ക് ഈ ദിവസം ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ മറിയത്തിൻ്റെ അഭിഷേകത്തോടൊപ്പം നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മുടെ തീർത്ഥാടനം അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ബലിയർപ്പണം അത് കൂടുതൽ അഭിഷേകമുള്ളതായി മാറാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം,
ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തീരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വാസത്താലും പരിശുദ്ധാത്മാവാലും നിറഞ്ഞവനായിരുന്ന വിശുദ്ധ ബർന്നബാസിനെ ജനതകളുടെ മാനസാന്തരത്തിനായി അങ്ങ് പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിച്ചുവല്ലോ. അദ്ദേഹം ധീരതയോടെ പ്രഘോഷിച്ച ക്രിസ്തുവിൻ്റെ സുവിശേഷം വാക്കാലും പ്രവൃത്തിയാലും വിശ്വസ്തയോടെ പ്രഖ്യാപിക്കുവാൻ അനുഗ്രഹമരുളണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത്
വിശ്വസിച്ച വളരെ പേർ കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വാർത്ത ജെറുസലേമിലെ സഭയിലെത്തി. അവർ ബർന്നബാസിനെ അന്ത്യോക്യയിൽ അയച്ചു. അവൻ ചെന്ന് ദൈവത്തിൻ്റെ കൃപാവരം ദർശിച്ചു സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു. കാരണം അവൻ പരിശുദ്ധാത്മാവാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിൻ്റെ അനുയായികളായി തീർന്നു. സാവൂളിനെ അന്വേഷിച്ച് ബർന്നബാസ് തർസോസിലേക്ക് പോയി. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ഈ കാലത്ത് ജെറുസലേമിൽ നിന്നും പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഗഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാവും എന്ന് പരിശുദ്ധാത്മാവാൽ പ്രചോദനായി പ്രവചിച്ചു. ക്ലൗദീസിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി. ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവിനനുസരിച്ച് യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ബർന്നബാസും സാവൂളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർന്നബാസ് നീഗർ എന്ന് വിളിപ്പിക്കപ്പെടുന്ന ശിമയോൻ, കിരേനക്കാരൻ ലൂസിയോസ്, സാമാന്ത രാജാവായ ഹെറോസിനോടുകൂടെ വളർന്ന മനായൻ, സാവൂൾ എന്നിവർ. അവർ കർത്താവിനെ ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർന്നബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിനെ ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. കിന്നരം മീട്ടി കർത്താവിനെ സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യാഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. കർത്താവ് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. യുഗാന്തരം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന.
കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ എന്തെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിട്ടുപോകുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ബർണബാസ് അപ്പോസ്തലൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. അതുപോലെ തന്നെയായിരുന്നു ഇദ്ദേഹം. വലിയ ആശ്വാസമായിരുന്നു സഭയ്ക്ക്. പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷമുള്ള ആദിമ കത്തോലിക്ക സഭയ്ക്ക്, ആദിമ സഭാ സമൂഹത്തിന് വലിയൊരു അനുഗ്രഹമായിരുന്നു, വലിയൊരു ആശ്വാസമായിരുന്നു ഈ ബർണബാസ്, ആശ്വാസപുത്രൻ. ഇന്നത്തെ വായനയിൽ നമ്മൾ കേട്ടു, നടപടി പുസ്തകം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം, അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിൻ്റെ അനുയായികളായി തീർന്നു ഇവൻ മൂലം. അപ്പം നല്ല മനുഷ്യൻ. യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായി കുറേ ഭക്തി വളർന്നിട്ടുണ്ട്. അതായത് കുറേ ഭക്തന്മാരുണ്ടായിട്ടുണ്ട്, ചിലപ്പോൾ അതിഭക്തന്മാരും ഉണ്ടായിട്ടുണ്ട്. അതിഭക്തന്മാരെ കാണുമ്പോൾ അവർ പള്ളിയിലൊക്കെ പോവും, ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര, പള്ളിയിൽ നിന്ന് മാറുകയില്ല. അപ്പോൾ അവരാണ് നല്ല മനുഷ്യരെന്ന് പലരും വിചാരിക്കും. പക്ഷേ വീട്ടിലവർ കൊള്ളുകയില്ല. വീട്ടിലവർ ഭയങ്കര ദേഷ്യവും ബഹളവും, ചിലപ്പോൾ പ്രാർത്ഥനയ്ക്കൊന്നും വരില്ല. അവരിങ്ങനെ സഭ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷിത വേല എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും, വീട്ടിൽ കയറിയൊന്നുമില്ല. അപ്പോൾ അവർ നല്ല മനുഷ്യരെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ലൂക്ക 2:52, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു. അതാണ് നല്ല മനുഷ്യൻ. ഒരു റോൾ മോഡൽ ഈശോയാണ്. അപ്പോൾ ഇന്നത്തെ വചനം നമ്മൾ ശ്രവിക്കുമ്പോഴും അത് 11 നടപടി 11:24, വിശ്വാസത്താലും പരിശുദ്ധാത്മാവിനും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു ബർണബാസ്. അതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധനെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഈ വിശുദ്ധൻ്റെ 2 ക്വാളിറ്റികളാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒന്ന്, പ്രവൃത്തിയാലുള്ള സഹായം, പിന്നെ വാക്കാലുള്ള സഹായം. ഒരാളെ റെക്കമെൻഡ് ചെയ്യുക, പ്രവൃത്തിയാലുള്ള സഹായം, വാക്കാലുള്ള സഹായം. അതാണ് ഞാൻ പറഞ്ഞത്. ആദിമ സമൂഹത്തിൽ, ആദിമ സഭാ സമൂഹത്തിൽ ഇദ്ദേഹം ഒരു ആശ്വാസമായിരുന്നു. അത് നടപടി പുസ്തകം 4-ാം അധ്യായം വിശ്വാസികളുടെ കൂട്ടായ്മ 32-ാമത്തെ വാക്ക് മുതൽ, നടപടി 4:32 മുതൽ, വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതുസ്വത്തായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റുകിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. ഇനിയും ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ്, ഇദ്ദേഹമാണ് ഇങ്ങനെ കാൽക്കൽ അർപ്പിച്ച ഈ സ്വത്ത് കൊണ്ടുവന്ന് കൊടുത്ത വ്യക്തികളിലെ പേര് പറയുന്ന ആൾ ആദ്യം ഇദ്ദേഹത്തിൻ്റെ ആൾ. അത് നടപടി പുസ്തകം 4-ാം അധ്യായം 37-ാം വാക്യമാണ്. തൻ്റെ വയൽ വിറ്റ് കിട്ടിയ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. വയൽ വിറ്റ് കിട്ടിയ പണം.
അപ്പോൾ ഇതാണ് ഇത് പ്രവർത്തിയാലുള്ളൊരു സഹായം, ഒരു മുഴുവൻ സമർപ്പണം. അല്ല, നമുക്ക് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മുഴുവൻ കൊണ്ടുവന്ന് കൊടുക്കുക, വീടും എന്നിട്ട് പറമ്പിൽ കിടക്കുക, ഇല്ലേ? അതുപോലെ എവിടെയെങ്കിലും കിടന്നുറങ്ങുക, നമ്മൾ എല്ലാം വിറ്റു കൊടുക്കുക എന്ന് ആളുകൾ അതങ്ങനെ ചെയ്തിരുന്നു. അതിന് ഒരു മാതൃകയായിരുന്ന ആളാണ് ഈ ബർണബാസ്. ഇനിയും നടപടി പുസ്തകം 9-ാം അധ്യായത്തിൽ സാവൂളിൻ്റെ മാനസാന്തരം, അത് കർത്താവും സാവൂളും തമ്മിലുള്ള കാര്യമാണല്ലോ. ദമാസ്കസിലേക്ക് പോകുമ്പോൾ അധികാരപത്രം, സിനഗോഗിലേക്കുള്ള അധികാരപത്രം വാങ്ങിക്കാൻ വേണ്ടി, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരപത്രം വാങ്ങിക്കാൻ പോകുമ്പോൾ നടപടി 9:3 യാത്ര ചെയ്ത് അവൻ ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തൊരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അപ്പോൾ അവൻ നിലംപതിച്ചു. കർത്താവ് അങ്ങ് ആരാണ്? കർത്താവ് അങ്ങ് ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച സംഭവം 3 ദിവസം കാഴ്ചയിലാണ്ടായി. പിന്നെ അനനിയാസിനെ ദൈവം കർത്താവ് ഏർപ്പാടാക്കുന്നുണ്ട്. അനനിയാസ് ഇദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈകൾ വെച്ച്, അപ്പോഴാണ് 3 ദിവസം കാഴ്ചയില്ലാണ്ടായത്. കണ്ണിൽ നിന്നൊരു ചിതമ്പൽ പോലെ ഒന്ന് അടന്നു വീണു, അവന് കാഴ്ച ലഭിച്ചു, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അവന് ശക്തി പ്രാപിച്ചു. അപ്പോൾ ഈ സംഭവം അപ്പോസ്തലന്മാർക്ക് അറിയില്ലല്ലോ. അപ്പോസ്തലന്മാർക്ക് ഈ സംഭവം അറിയില്ല. ഇങ്ങനെ കർത്താവ് സാവൂളിന് പ്രത്യക്ഷപ്പെട്ടതും സാവൂൾ മാനസാന്തരപ്പെട്ടതും അവർക്കറിയില്ല. അങ്ങനെ വന്നപ്പോൾ ജെറൂസലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ ഈ സാവൂൾ പരിശ്രമിച്ചു. സാവൂളിനൊരു ആഗ്രഹം, ആത്മാവിൽ നിറഞ്ഞ തീഷ്ണതയുള്ളവനായിരുന്നപ്പോൾ, അങ്ങനെ തീഷ്ണതയുള്ളവനായി മാറിയപ്പോൾ സാവൂളിനൊരു ആഗ്രഹം അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ചേർന്ന് സുവിശേഷ വേല ചെയ്യണം. അങ്ങനെ അവൻ ആഗ്രഹിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. അപ്പോസ്തലന്മാർ വിശ്വസിച്ചില്ല. കാരണം സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളല്ലേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂടെ ചേരണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കൂടെ ചേർക്കും? അപ്പം ശിഷ്യന്മാർ ഭയപ്പെട്ടിരുന്നു. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ ഈ സാവൂളിനെ കൂടെ ചേർക്കാൻ ഭയപ്പെട്ടിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബർണബാസ്, അത് നടപടി പുസ്തകം 9-ാം 27 ബർണബാസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർണബാസ് അവരെ വിവരിച്ച് കേൾപ്പിച്ചു. അനന്തരം സാവൂൾ അവരോടൊപ്പം ജെറൂസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഒരാൾ പറയാനുണ്ടാകണമായിരുന്നു, സാവൂളിന് വേണ്ടി സംസാരിക്കാൻ ഒരാൾ ഉണ്ടാകണമായിരുന്നു. ദൈവം ക്രമീകരിച്ചയാളാണ് ബർണബാസ്. സാവൂളിന് വേണ്ടി ദൈവം ക്രമീകരിച്ചയാളാണ് ബർണബാസ്. അപ്പം സഭയിൽ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും വലിയ ആശ്വാസമായിരുന്ന വിശുദ്ധനാണ് വിശുദ്ധ ബർണബാസ്. ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഈശോയുടെ ക്വാളിറ്റിയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈശോയുടെ ക്വാളിറ്റിയാണിത്. ആമുഖത്തിൽ ഞാൻ പറഞ്ഞല്ലോ, യേശുവാണ് നല്ല മനുഷ്യൻ. നമുക്ക് മാതൃകയായി സ്വീകരിക്കേണ്ടത് ഈശോയാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വന്ന നല്ല മനുഷ്യൻ ഈശോയാണ്. അപ്പോൾ ഈശോയാണ് നമ്മുടെ മാതൃക, ഈശോയുടെ ക്വാളിറ്റിയാണ്. ഈശോ സമർപ്പണത്തിൻ്റെ എക്സ്ട്രീമാണ്, അങ്ങേയറ്റം മരണം വരെ അനുസരണയുള്ളവനായി തീർന്നു. അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:8 മരണം വരെ ഇടയ്ക്ക് വെച്ച് അനുസരണമില്ലാതെ പോയിട്ടില്ല. നമ്മൾ ആദ്യ കുർബാന സ്വീകരണമൊക്കെ നടത്തുമ്പോൾ വാക്ക് കൊടുക്കും, ഞാൻ ഇനിമേലാൽ കുമ്പസാരിക്കും, എല്ലാ ദിവസവും എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, കഴിയുന്നത്രയും പള്ളി പോകുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് വാക്ക് തെറ്റിച്ച് നടക്കുന്നവരല്ലേ നമ്മൾ. നമ്മുടെ അനുസരണത്തിൻ്റെ ആ ഒരു റേഷ്യോ നമുക്കറിയാമല്ലോ, ഏറിയും കുറഞ്ഞും നിൽക്കുന്ന അനുസരണം. പക്ഷേ കർത്താവ് മരണം വരെ അനുസരണയുള്ളവനായിരുന്നു. ഈ സമർപ്പണത്തിൽ ഒരു വ്യതിചലനവും ഉണ്ടായിട്ടില്ല. അത് ഈശോയുടെ മാതൃകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 5-8 പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ദൈവപുത്രനായിരുന്നിട്ടും അനുസരണം അഭ്യസിച്ചു. ഇല്ല, മറിയത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യം അതാണ്. മറിയം ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞപ്പോൾ മുതൽ സമർപ്പണം പിന്നെ വിട്ടുപോയിട്ടില്ല. കുരിശിൻ്റെ വഴിയിലൂടെ ഒക്കെ നടന്ന്, കുരിശിൻ്റെ ചുവട്ടിലൂടെ നിന്ന്, ഇന്ന് സഭയിലൂടെ അമ്മ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അനുസരണം, കൂടെ നിൽക്കുക, ഒരു ആശ്വാസമായിട്ട് കൂടെ നിൽക്കുക, ഇതൊരു നല്ല മനുഷ്യൻ്റെ ക്വാളിറ്റിയാണ്. നല്ല മനുഷ്യൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സാധ്യതയില്ല. നമ്മളതെല്ലാം ഈ ഒരു ഗുഡ് പേഴ്സൺ ആകാനായിട്ടുള്ള ഒരു പ്രക്രിയയിലാണ് നമ്മൾ. അത് മരണം വരെ നമ്മൾ തുടർന്നു കൊണ്ടുപോയിരിക്കണം. അത് ചിലപ്പോൾ ചില ആളുകൾ ഭയങ്കര ദേഷ്യമാണ് എന്ന് പറയും. അപ്പോൾ ഈ ദേഷ്യം മാറ്റിയില്ല എങ്കിൽ
മരിക്കാറൊക്കെ ആകുമ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ, വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോഴും ദേഷ്യമാണെങ്കിൽ ആരെങ്കിലും കാണാൻ വരുമോ? നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ചാടിക്കടിക്കാൻ വരുമെന്ന് കരുതിയിട്ട് ആരും കാണാൻ വരില്ല, ആരും നമ്മളെ കാണാൻ വരില്ല. അപ്പോൾ ഈ നല്ല മനുഷ്യൻ എന്ന പ്രോസസ്സ് അത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. ഇന്നോ നാളെയോ നല്ല മനുഷ്യനായി തീരാൻ പറ്റുമോ? മരണം വരെ തുടരണം. കണ്ടുപിടിച്ച് ഏതൊക്കെയാണ് കുറവുകളെന്ന് കണ്ടുപിടിച്ച് നല്ല മനുഷ്യനാകാൻ നമ്മൾ അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഞാനും നിങ്ങളും എല്ലാവരും, ചെറിയവരും വലിയവരും, നല്ല മനുഷ്യനാകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈശോയെ മാതൃകയാക്കുമ്പോൾ ലൂക്ക 2:52 കുട്ടികളെ പഠിപ്പിക്കണം. ലൂക്ക 2:52 കുട്ടികളെ പഠിപ്പിക്കണം. മുതിർന്നവരും പഠിക്കൂ ആ വചനം. ഇനി രണ്ടാമത്തെയാണ് ഈ സപ്പോർട്ട് ചെയ്യുക. വാക്കാൽ ഈ സാവൂളിനെ ബർന്നബാസ് റെക്കമെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ സാവൂളിൻ്റെ അവസ്ഥ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അടുക്കാൻ പോലും പറ്റുകയില്ല. പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ല, ഇവൻ ഇങ്ങനെ ദൈവാനുഭവം ഉണ്ടായ ആളാണ്, ഇവൻ നല്ലവനാണ്, ഇവൻ ധീരതയോടെ കർത്താവിനെ പ്രഘോഷിക്കുന്നവനാണ്, ഞാനത് കണ്ടതാണ്, നേരിട്ട് കണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ബർന്നബാസ് സാവൂളിനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ട് വന്നപ്പോൾ ഈശോ അവളെ രക്ഷിച്ചത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അത് യോഹന്നാന്റെ സുവിശേഷം 8:7 ഈശോ റെക്കമെൻഡ് ചെയ്തത് കണ്ടോ? ഈശോ അവളെ രക്ഷിച്ചത് കണ്ടോ? വേറൊരു സ്ത്രീ ലൂക്കായുടെ സുവിശേഷത്തിൽ പാപിനിയായ സ്ത്രീ ഈശോയുടെ കാല് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റവരെല്ലാവരും പിറുപിറുത്തു, ഇവൾ എന്തായി കാണിക്കുന്നത്? അല്ലെങ്കിൽ ഇവന് ബോധമില്ലേ, ഒരു പാപിയാണല്ലോ വന്ന് കാല് കഴുകുന്നത് എന്ന് പറയുമ്പോൾ ഈശോ അവൾക്ക് വേണ്ടി സംസാരിച്ച് ലൂക്ക 7:47 ഇവൾ എന്നെ അധികം സ്നേഹിച്ചു. അപ്പോൾ ഇത് ഈശോ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നടപടി പുസ്തകം 9-ാം അധ്യായത്തിൽ അനനിയാസിനെ സാവൂളിൻ്റെ തലയിൽ കൈവയ്ക്കാൻ അങ്ങനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഈ അരുളപ്പാട് കൊടുക്കുമ്പോൾ അനനിയാസ് പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറൂസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. ഇങ്ങനെ അനനിയാസിനെ പറഞ്ഞു വിടുകയാണ്. സാവൂളിൻ്റെ ശിരസിൽ പോയി കൈവെക്കണം എന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അനനിയാസ് പറയും, കർത്താവേ, അങ്ങേക്കറിയാവോ അവൻ കൊള്ളരുതാത്തവനാ എന്ന് പറഞ്ഞ് അനനിയാസ് പറയുമ്പോൾ കർത്താവ് നടപടി പുസ്തകം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് സാവൂളിന് വേണ്ടി സംസാരിച്ചു. അതിപ്രകാരമാണ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് സാവൂൾ. അവൻ എൻ്റെ പുത്രനാണ്, അവൻ എൻ്റെ നാമം വഹിക്കാൻ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തവനാണ് എന്ന് പറഞ്ഞ് കർത്താവ് റെക്കമെൻഡ് ചെയ്തു. ഉദ്ധിതനായ ഈശോ റെക്കമെൻഡ് ചെയ്തു. ഈശോ റെക്കമെൻഡ് ചെയ്യുന്നവനാണ്. അത് നമുക്കറിയാം. അത് ഈ അന്ത്രയോസ് പുണ്യവാളന് ഇങ്ങനൊരു ക്വാളിറ്റി ഉണ്ട്. അന്ത്രയോസ് പുണ്യവാളൻ ഈശോയെ പോയി കണ്ടു, അപ്പോസ്തലൻ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയി. പത്രോസിന് ദൈവാനുഭവം ഉണ്ടായി. ആ പത്രോസാണ് പിന്നെ സഭയുടെ തലവനായി മാറിയത്. അന്ത്രയോസ് ഒരാളെ സഹായിച്ചത് കണ്ടോ? ഇനി മർക്കോസിന്റെ സുവിശേഷം, അതിലെ ബർത്തമിയോസ് എന്ന അന്ധയാചകൻ ഈശോയെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറെ പേര് ശകാരിച്ചു, മിണ്ടാതിരിക്കുക. അപ്പോഴാണ് ഈശോ അതറിഞ്ഞിട്ട് അവനെ വിളിക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു കൂട്ടം മനുഷ്യര് അവനെ വിളിച്ച് ഭയപ്പെടണ്ട, യേശു നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വാസവാക്കുകൾ പറയാനിടയാക്കിയത് ഈശോ കാരണമാണ്. ഈശോ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. ഞാനിങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയും, അച്ഛാ, ഞാൻ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. കളിയാക്കുക എന്നത് വളരെ വേദനാജനകമാണ്. ഞാനും എൻ്റെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിനിരയാണ്. അതുകൊണ്ട് എൻ്റെ മൈൻഡ് ബ്ലോക്കായി പോയിട്ടുണ്ട്. എനിക്ക് കുറേ നാളുകൾ എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ കളിയാക്കൽ വരുമ്പോൾ എവിടെയെങ്കിലും മാറിയിരിക്കും, ആൾക്കൂട്ടത്തിലേക്ക് വരികയില്ല. അങ്ങനെ കളിയാക്കി ആൾക്കൂട്ടത്തിൽ വരാൻ പറ്റാത്ത വിധത്തിൽ ചില മനസ്സുകളെ നിങ്ങൾ മടുപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില മനസ്സുകളെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആരെയും കളിയാക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് വരികയാണ്. ആ കുഞ്ഞിന് മുടി പഠിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ വീട്ടുകാർ നിർബന്ധിച്ച് മുടി പഠിച്ചു. അപ്പോൾ അവന് ഒരു വിഷമമുണ്ട്. അവൻ വിഷമത്തോടുകൂടിയാണ് വന്നത്. അപ്പോൾ അവന് വേണ്ടി ഞാൻ അവരോട് സംസാരിച്ചു. കുഞ്ഞിന് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് മുടി പഠിച്ചത്?
കുഞ്ഞിന് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ മുടി പഠിച്ചത്? കുഞ്ഞിൻ്റെ മനസ്സുകൂടി ഒന്ന് കാണണ്ടേ? കുഞ്ഞിനെ നിർബന്ധിച്ച് മുടി പഠിക്കേണ്ട കാര്യമുണ്ടോ? അത് പറഞ്ഞപ്പോൾ അവൻ ആശ്വാസമായി. അവൻ്റെ ആ അസ്വസ്ഥത അപ്പം മാറി. കാരണം ആരോ എനിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് അവന് തോന്നി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ആളുകൾക്ക് വേണ്ടി സംസാരിക്കണം, ആളുകൾക്ക് വേണ്ടി നിലകൊള്ളണം. നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി. അവരെ കളിയാക്കി ഒറ്റപ്പെടുത്തി അങ്ങനെ അവരെ കുറ്റക്കാരാക്കി മാറ്റരുത്. ചില ഒരു ശൈലിയാണ് കളിയാക്കി ശരിയാക്കാമെന്നുള്ളൊരു നയമുണ്ട്. ചില ഹോസ്റ്റലുകളിൽ, ചില കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കളിയാക്കി ശരിയാക്കാമെന്നുള്ള നയമുണ്ട്. അത് ശരിയല്ല. സപ്പോർട്ട് ചെയ്ത് ശരിയാക്കുക. സപ്പോർട്ട് ചെയ്ത് ശരിയാക്കുക. അവൻ വിഷമിക്കുന്ന ഒരു കാര്യം എപ്പോഴും പറയരുത്. ഒരു അന്ധനായിട്ടുള്ളൊരാളെ നമ്മൾ പരസ്യമായിട്ട് കണ്ണുപൊട്ട എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്ന വിഷമമല്ലേ? നാലാളുകൾക്ക് അത് വിളിച്ചു കഴിഞ്ഞാൽ അവന് വിഷമമാകിയല്ലേ? അവനറിയാവുന്ന, നിങ്ങൾക്കറിയാവുന്ന ഒരു കുറവ് അവന് കേൾക്കെ വിളിക്കരുത്. അവനറിയാത്ത, അവനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഈ ബർണബാസിൻ്റെ റോൾ അവിടെയാണ്. ബർണബാസ്, ഈശോയുടെ റോൾ അതാണ്. ഈശോയാകൂ, ഈശോയുടെ ക്വാളിറ്റി സ്വീകരിക്കൂ. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും, ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകും. സ്നേഹിതരോ കൂടെയില്ല, സോദരരോ കൈവെടിഞ്ഞു, ആശ്രയമെന്നെങ്ങുമില്ല, ആശ്വാസം നീയേ. സ്നേഹിതരോ കൂടെയില്ല, സോദരരോ കൈവെടിഞ്ഞു, ആശ്രയമെന്നെങ്ങുമില്ല, ആശ്വാസം നീയേ. കണ്ണീരിൻ കാലം വരുമ്പോൾ കർത്താവേ നീ മാത്രം ശരണം, കൈകൾ നീട്ടി കണ്ണീരൊപ്പി നിന്നെഞ്ചിൽ ചേർത്തിടണേ. ഈശോ പോകും വഴിയരികിൽ ഈറൻമിഴികളുമായി ഞാൻ എത്ര നാളായി കാത്തിരിപ്പു, എന്നു തീരുമെൻ്റെ മോഹം. പരിശുദ്ധമ്മേ, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു അവസാന ആശ്രയം പോലെയാണ്. അമ്മ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണമേ. അമ്മ ഈശോയോട് എൻ്റെ കാര്യം പറയണമേ. കുറേ നാളുകളായി സങ്കടമുണ്ട്, രാത്രി പോലും നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, കടബാധ്യതയുണ്ട്, രോഗമുണ്ട്, കുഞ്ഞില്ല, ജോലിയില്ല, വീടില്ല. പരിശുദ്ധമ്മേ, കാരുണ്യത്തിൻ്റെ നാഥനോട് എനിക്ക് വേണ്ടി ബർണബാസ് അപ്പോസ്തലൻ സാവൂളിനെ റെക്കമെൻഡ് ചെയ്തതുപോലെ എന്നെയും എൻ്റെ കാര്യം ഒന്ന് റെക്കമെൻഡ് ചെയ്ത് പറയണമേ. ആമേൻ. നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. ഇസ്രായേലിൻ നായക, എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് അനുഗ്രഹത്താൽ പവിത്രമാക്കണമേ. അങ്ങ് നൽകിയ ദാനങ്ങൾ അങ്ങ് സ്നേഹാഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കുമാറാകട്ടെ.
ഇതുവഴിയാണല്ലോ വിശുദ്ധ ബർന്നബാസ് ജനതകൾക്ക് സുവിശേഷ വെളിച്ചം പകർന്നു നൽകിയത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ അങ്ങ് സഭയെ ഉറപ്പിച്ചു നിർത്താൻ അങ്ങിടയാക്കി. അങ്ങനെ ഭൂമിയിൽ അങ്ങേ പരിശുദ്ധിയുടെ ശാശ്വത അടയാളമായി നിലനിൽക്കുകയും സമസ്ത ജനങ്ങൾക്കും സ്വർഗീയ പ്രബോധനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച്
മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണ ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങത്തിന് മുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും അൽമായരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ പൗസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും
നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, നിത്യജീവന്റെ അച്ചാരം സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ ബർന്നബാസിന്റെ സ്മരണയ്ക്കായി കൂദാശയുടെ അടയാളത്തിൽ അനുഷ്ഠിക്കുന്നത് പ്രത്യക്ഷ ദർശനത്താൽ ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തെ